ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വളരെ ഹെൽത്തിയും ഡിലീഷ്യസുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ഉള്ള പച്ചക്കറികളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ക്യാബേജ് യൂസ് ചെയ്യാം. നമ്മളിവിടെ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ആ കൂടെ തന്നെ ഒരു 2-3 ചെറിയ പച്ചമുളക് കീറി എടുത്തിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാമേ. ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സേമിയയാണ്. അപ്പോൾ സേമിയ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. കുറച്ച് സ്പൈസസ് ഐറ്റംസും നമുക്ക് ആവശ്യമുണ്ട്. ഏലക്ക, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, ചെറിയ ജീരകം അല്ലെങ്കിൽ ഷാജീര യൂസ് ചെയ്യാം. പിന്നെ കറുവയുടെ ഇല, കറുവപ്പട്ട ചെറിയ 2 കഷ്ണം, പിന്നെ ഒരു ചെറിയ ജാതിപത്രി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. അതൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ഈ സമയത്തിന് നമ്മൾ മുട്ട പുഴുങ്ങി റെഡിയാക്കി എടുക്കാൻ പോവാണ്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് മാജിക് ക്യൂബ്സ് ആണ്. മാഗിയുടെ മാജിക് ക്യൂബ്സ് വാങ്ങിയിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ വെജിറ്റബിൾസിലേക്ക്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. അതിലേക്ക് നമ്മൾ പുഴുങ്ങിയ മുട്ട പൊളിച്ച് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കുകയാണ് ഒന്നുകൂടെ. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ആ വെർമിസെല്ലി അഥവാ സേമിയ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. സേമിയൊക്കെ ആ വെള്ളത്തിലേക്ക് ഒന്ന് മുങ്ങി വേവാനായിട്ട് തയ്യാറാവണം. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ പറഞ്ഞതുപോലെ ബിരിയാണി എന്നോ അല്ലെങ്കിൽ നമുക്ക് ഉപ്മാവെന്നോ നമുക്ക് വിളിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, ഡെലീഷ്യസ് ആണ്. വേറെ മസാലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഹെൽത്തിയുമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ മറ്റൊരു വിശേഷപ്പെട്ട റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.